എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഓണത്തിന് നമുക്കറിയാം സദ്യയുടെ കൂടെ കിട്ടുന്ന ആ ഒരു കൂട്ടുകറിയുടെ ടേസ്റ്റ് അല്ലേ. അപ്പോൾ കൂട്ടുകറി വളരെ പെർഫെക്റ്റ് ആയിട്ട് അതേ ടേസ്റ്റോടുകൂടി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുക, ആ വെള്ളത്തിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക, അതിനുശേഷം നമ്മുടെ മത്തനും പച്ചക്കായയും ഇതുപോലെ ചേർത്ത് കൊടുക്കുക. കായയും ചേർത്തതിന് ശേഷം ഇതൊന്ന് വെന്ത് കിട്ടണം, അതവിടെ ഇരുന്ന് വേകട്ടെ. ഇനി ബാക്കി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഓണ വിഭവങ്ങളുടെ തയ്യാറെടുപ്പും ഒക്കെയാണ് ഇനി അടുത്തത്. ഇതിലേക്ക് അരയ്ക്കാൻ വേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അതിലോട്ട് കുരുമുളകും പച്ചമുളകും ചേർക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് ഇങ്ങനെ മുഴുവനോടുള്ളതാണ് ചേർക്കുന്നത്. അപ്പോൾ കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ ശരിക്കും നമുക്ക് ഈ ഒരു കൂട്ടുകറിയുടെ ഉള്ളിൽ കിട്ടും. പിന്നെ ചേർക്കേണ്ടത് നല്ല ജീരകമാണ്. നല്ല ജീരകം ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇതരയാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം, ഇത്ര വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചൊരു 3 അല്ലി വെളുത്തുള്ളി ഇതിൽ ചേർക്കുന്നുണ്ട്. ആ വെളുത്തുള്ളിയുടെ ഒരു ഭയങ്കര ഫ്ലേവറൊന്നുമല്ല, എന്നൊരു ചെറിയ ഫ്ലേവറോടെ വരുമ്പോഴാണ് ഇത് കറക്റ്റ് ആ ഒരു ടേസ്റ്റിൽ കിട്ടുന്നത്. ഇനി നമുക്കിത് ഇതുപോലെ അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് അരച്ചെടുത്ത് നമുക്ക് കുരുമുളകിൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട്, കുരുമുളകും ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർന്നിട്ട്. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ മത്തനും ആ കായയും വെന്ത് പാകത്തിനായി റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഈ ഒരു പാകത്തിന് വെന്ത് കിട്ടണം. കാര്യം കൂട്ടുകറി ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് പെട്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞൊരു പാകത്തിനായിരിക്കും കിട്ടുക. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലോട്ട് നാളികേരം ചേർത്ത് കൊടുക്കുക. നാളികേരം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഓക്കെ, അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ലൊരു ബ്രൗൺ നിറമാകുന്നവരെ വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് തീ ഒരു മീഡിയം ആക്കി വെച്ചിട്ട് പാകത്തിന് വറുത്തെടുക്കുക. ഇതൊക്കെ വറുത്ത് ചേർക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കൂട്ടുകറിക്ക് അത്രയും ടേസ്റ്റ്. അപ്പോൾ അത് കളർ മാറിയിട്ടുണ്ട്, നമ്മുടെ തേങ്ങയുടെ നിറം മാറി ഇതുപോലെ ആയിട്ടുണ്ട്. ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക, കരിഞ്ഞു പോകരുത്. ആ ഒരു കറക്റ്റ് പാകത്തിന് തന്നെ നമുക്ക് ആയി കിട്ടണം. അപ്പോൾ ഇതിങ്ങനെ റെഡിയായി സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഓണ വിഭവങ്ങളും ഓണ സാധനങ്ങളും മേടിക്കാനും ഇനി എന്തൊക്കെ കറി ഉണ്ടാക്കണം എന്നുള്ളതും ഒക്കെ ആ ചിന്തകൾ മാത്രമല്ലേ നമുക്കിപ്പോൾ എല്ലാ ആൾക്കാർക്കും. അപ്പോൾ ആ ചിന്തകളിൽ ഏറ്റവും മെയിനായിട്ടുള്ളത് കൂട്ടുകറി. എപ്പോഴും ആൾക്കാർ ഒരു തവണയല്ല ഒരിക്കൽ കൂടി ചോദിച്ച് മേടിക്കും, അത്രയും ടേസ്റ്റിയാണ്. സദ്യ വിഭവങ്ങളുടെ കൂടെ ഈ കൂട്ടുകറി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്, വളരെ ഹെൽത്തിയുമാണ്. വറുത്തെടുത്തിട്ടുള്ള തേങ്ങ മാറ്റിക്കഴിഞ്ഞാലേ നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കുരുമുളകും ജീരകവും പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സില്ലേ, അത് നമ്മുടെ ചീനച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് നന്നായിട്ട് ചൂടാവണം. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് തീ കുറച്ച് വെച്ച് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇത് ഇളക്കി കൊടുത്തു കഴിഞ്ഞ് ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഓണത്തിരക്കിലായിരിക്കുന്ന സമയത്ത്, ഓണത്തിനാണ് നമുക്ക് ഇതുമാതിരി കൂട്ടുകറികളൊക്കെ ഇത്രയും പണിയെടുത്തൊക്കെ ഉണ്ടാക്കാറുള്ളത്. അല്ലെങ്കിൽ സാധാരണ കൂട്ടുകറിയൊന്നും എല്ലാ ദിവസവും എപ്പോഴും ഉണ്ടാക്കില്ല, എന്നാലും വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. എന്നാലും എല്ലാ ആൾക്കാർക്കും കാത്തിരുന്ന് സദ്യ കഴിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതുപോലത്തെ കറികൾ തന്നെയാണ്. ഇതുപോലത്തെ കറികൾ കഴിക്കാനുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ആ സദ്യയോട് കൂടുതൽ ഇഷ്ടം തോന്നുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആ വേവിച്ച് വെച്ചിട്ടുള്ള മത്തനും ആ കായയും കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി നമ്മുടെ കുരുമുളകും ജീരകവും പച്ചമുളകും തേങ്ങയും ഒക്കെ കൂടെ ചേരുമ്പോൾ എന്ത് രസം എന്നറിയോ. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കറുത്ത കടല വേവിച്ചത് നല്ലപോലെ ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുക്കറിൽ വേവിച്ചെടുത്തണം. ഒന്ന് തൊടുമ്പോഴേക്കും അതിങ്ങനെ പ്രസ്സായി പോകും. ആ പാകത്തിന് വേവിച്ചെടുത്ത കടലയാണ്. കടലയും കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും ഇത് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ ഇതിലും കൂടെ വരണം ആ ഒരു എരിവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. കുരുമുളകിൻ്റെ നല്ലൊരു ഫ്ലേവറൊക്കെ ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും ഇതിങ്ങനെ ഈ ഇളക്കുന്ന സമയത്ത്. അപ്പോൾ ഈ കറിയുടെ പ്രത്യേകത ഇത് തന്നെയാണ്, കുരുമുളകിൻ്റെയും ആ ഒരു പ്രത്യേക തരൊരു ഫ്ലേവറാണിത്. അതായത് കൂട്ടുകറിയിലുള്ള ആ ഒരു കൂട്ടിൻ്റെ പ്രത്യേകത തന്നെയാണ് ചിലപ്പോൾ നമുക്ക് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണവും. അപ്പോൾ കൂട്ടുകറി ഇങ്ങനെ റെഡിയാക്കാനായിട്ട് ഇത്രയും ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു നാളികേരമില്ലേ, അത് ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇനി അടുത്തതായി ചേർക്കേണ്ടത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇപ്പം ചേർത്തിട്ടുള്ള എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. ഇതിനകത്ത് ആ കുരുമുളകിൻ്റെ മണവും ആ വറുത്ത തേങ്ങ ചേർക്കുമ്പോഴുള്ള ഈ ഒരു ടേസ്റ്റ് മാറുന്നതും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതായിരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇത്രമാത്രം കൂട്ടുന്നത്, ഈ തേങ്ങ വറുത്ത് ചേർക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇത്രയും ചേർത്ത് കഴിഞ്ഞ് വീണ്ടും ഇത് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇടയ്ക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പും അതുപോലെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലിപ്പോൾ കുരുമുളകിൻ്റെ നല്ല വാസനയാണ്. ഇതിങ്ങനെ ചെറിയ തീയിൽ ചൂടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിങ്ങനെ ചൂടായി പാകത്തിനായി വരുമ്പോൾ ഉപ്പ് ഒന്നുകൂടെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നേരത്തെ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു വെജിറ്റബിൾസ് വേവിക്കുമ്പോൾ. അപ്പോൾ അത് മതിയല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക.
ഇപ്പോൾ കൂട്ടുകറി മാത്രമല്ല, നമ്മുടെ സദ്യയിലുള്ള എല്ലാ വിഭവങ്ങൾക്കും ഓരോന്നിനും ഓരോ ടേസ്റ്റാണ് അല്ലേ. ഓരോന്നും നമ്മളിങ്ങനെ തൊട്ട് നിൽക്കുമ്പോൾ ഓരോ നമ്മുടെ ഓർമ്മകളാണ്, അതിന് മനസ്സിൽ നിന്നും ആയില്ല. അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും ഈ കറി വേണം ആ കറി വേണം എന്ന് ചോദിച്ച് മേടിക്കുന്നത്. അപ്പോൾ പച്ചടികളായിരുന്നാലും ബാക്കിയുള്ള കറികളായിരുന്നാലും ഒക്കെ എല്ലാം നമുക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ കറിയും എല്ലാവർക്കും ഇഷ്ടമാണ്. ഇനി അതിലേക്ക് നമുക്ക് എരിവുള്ള കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ചെറിയൊരു കളർ ഇനിയാണ് ചേഞ്ച് ആവുന്നത്. ഈ ഒരു മുളക് പൊടി കൂടെ ചേർക്കുമ്പോഴാണ് ഇതിനൊരു കളർ ചേഞ്ച് വരുന്നത്. അപ്പോൾ കുരുമുളകിൻ്റെ ഫ്ലേവർ നമ്മളിങ്ങനെ ഈ കറി കൂട്ടിക്കൊണ്ടിരിക്കും തോറും നമ്മുടെ തൊണ്ടയിൽ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. ആ കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ ഇങ്ങനെ ശരിക്കും അറിയും. അതിൻ്റെ ഒപ്പം തന്നെ എന്നാൽ പച്ചമുളകിൻ്റെ ടേസ്റ്റും കിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ആ എരിവുള്ള മുളക് പൊടിയും കൂടെ വരുമ്പോഴാണ് അതിന് പാകത്തിനുള്ള എരിവാകുന്നത്. കുറച്ച് എരിവും എന്നാൽ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ആ വറുത്ത തേങ്ങയുടെ ഒക്കെ ഒരു മണവും ടേസ്റ്റും ഒക്കെ കൂടെ ചേർന്നിട്ടുണ്ടല്ലോ, ഈ കറിക്കൊരു വല്ലാത്ത ടേസ്റ്റാണ്. ഇത് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നുന്ന ഒരു കറി എന്നൊക്കെ നമ്മൾ ചില സമയം പറയില്ലേ, അതുപോലത്തെ ഒരു കറിയാണ്. ഇതൊക്കെ പോരാതെ ആ മത്തൻ്റെ ഒരു ചെറിയ മധുരം ഉണ്ടല്ലോ, മത്തൻ എന്ന് പറഞ്ഞ വെജിറ്റബിളിന് ഒരു കുഞ്ഞ് മധുരമുണ്ട്. ആ കുഞ്ഞ് മധുരവും ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. അതിൽ മത്തൻ നന്നായി കുഴയുന്നുണ്ട്. ഈ കുഴയ്ക്കും തോറും ഇതിങ്ങനെ ഉടഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അത് കുഴയുന്നുണ്ട്. ആ ഇടയ്ക്ക് കിട്ടുന്ന ആ ഒരു കായയുടെ ടേസ്റ്റും ഇതൊക്കെ ആയിട്ട് അതിങ്ങനെ പാകത്തിന് റെഡിയാക്കി കഴിയുമ്പോൾ, അതെല്ലാം പാകത്തിന് കുഴഞ്ഞ് കഴിയുമ്പോൾ അതിനെ മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് മറ്റൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ആ ചീനച്ചട്ടിയിലോട്ട് നമുക്ക് കടുകും ചുവന്ന മുളകും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് കടുക് ചേർത്ത്, കടുക് നന്നായി പൊട്ടണം. കടുക് ഒരിക്കലും പൊട്ടാതിരിക്കരുത്. പൊട്ടാതിരുന്ന് കഴിഞ്ഞാൽ അത് കടിക്കുമ്പോൾ ഇതിൻ്റെ ഇത്ര നേരം ഉണ്ടാക്കിയ പണി മുഴുവൻ വേസ്റ്റാവും. അതിൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റും പോകും. അത് കാരണം കടുക് പൂർണ്ണമായും പൊട്ടിയതിന് ശേഷം മാത്രമേ അതിലോട്ട് കറിവേപ്പിലയോ അല്ലെങ്കിൽ ചുവന്ന മുളകോ ഒക്കെ ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ ഇതൊക്കെ ചേർത്തതിന് ശേഷം ഇതും കൂടി നമ്മുടെ കൂട്ടുകറിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടെ ആകുമ്പോഴായിരിക്കും നമ്മുടെ കൂട്ടുകറി പൂർണ്ണമായിട്ടും ആയി കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എത്ര കിട്ടിയാലും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കൂട്ടുകറിയോടെ ചേർത്തിട്ട്, ഇതിപ്പോൾ ഓണ ദിവസം മാത്രമൊന്നുമല്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നോക്കുന്നത് നല്ലതായിരിക്കും. ഒന്നാമത് ഈ ടേസ്റ്റൊക്കെ വീട്ടിലെല്ലാവർക്കും, ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ സദ്യ കഴിക്കുമ്പോൾ മാത്രമായിരിക്കും ചിലപ്പോൾ കൂട്ടുകറി കഴിക്കുന്നവർ ഇത്രയും പണിയെടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു ടേസ്റ്റ് വായിന്ന് പോവാതിരിക്കാനും ആ ഒരു ടേസ്റ്റ് നമുക്കൊരു എന്നും ഉണ്ടാക്കാൻ പറ്റുന്നതാണെന്നൊരു തോന്നൽ കിട്ടാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ അത് മിക്കവാറും ദിവസങ്ങളിൽ ഉണ്ടാക്കി നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ഒരു ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സദ്യ സ്പെഷ്യൽ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്.